ഹലോ. സോ ഇന്ന് നമുക്ക് പ്രഷർ കാർസ് എല്ലാം പോയി കണ്ടുപിടിക്കാം. എല്ലാത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. സോ നിങ്ങൾ കളിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഈസി ആയിരിക്കും കണ്ടുപിടിക്കാനായിട്ട്. അതുകൊണ്ട് എല്ലാത്തിൻ്റെ ഒരു ലൊക്കേഷൻ റിവീൽ പോലത്തെ ഒരു വീഡിയോ ആയിരിക്കും ഇത്. വാ പോയി നോക്കാം. സോ ഞാൻ ഈ GT3 RS ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി ഇത് ഞാൻ എന്തുണ്ട് ഈ സാധനം ബേസ് ചെയ്താണ് ബിൽഡ് ചെയ്യുന്നത്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്നൊരു 1/36 RMCCT പോർഷെ GT3 RS ആണ്. വൈസാക് പാക്കേജ് ആണ്, പക്ഷെ എന്തുകൊണ്ട് ഈ സിൽവർ വീൽസ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിവേ ഡൈകാസ്റ്റ് കൊണ്ട് നമ്മൾ കാര്യക്കണ്ട, എല്ലാം പക്കയായിട്ട് വേണമെന്നൊന്നും നമുക്ക് നിർബന്ധം പിടിക്കാൻ പാടില്ല. പക്ഷേ ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് സെയിം കളറിൽ നമുക്കൊന്ന് ബിൽഡ് ചെയ്യാൻ എഴുതിയത്. ഇത് ആക്ച്വലി എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ദിൽരോഹിത് എന്നും പറഞ്ഞ്, ദിൽസ ഡൈകാസ്റ്റ്. ആളി ഞാൻ ഗിഫ്റ്റ് ചെയ്തതാണ് കഴിഞ്ഞ ഒരു വീട്ടിൽ പോയപ്പോൾ. ലൈക്ക് ആളൊരു ഡീലറാണ്. അപ്പം ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് കീപ്പ് ചെയ്യാറാണ് പതിവ്. ലൈക്ക് ഇപ്പം പലയിടത്തും ഡൈകാസ്റ്റുകൾ മേടിച്ച് വെക്കുന്ന പലയിടത്തും കീപ്പ് ചെയ്ത് ഇപ്പം ഇതൊക്കെ എവിടെ നൂലിയിരിക്കുക, അതൊരു ട്രാക്കില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഞാനൊരു കൊച്ചി അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഇവനാണ് സാധാരണ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആളിയൻ ഒരു എന്താ പറയുക, ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എൻ്റെ സർക്കിളിലെ ടോപ്പ് പോർഷെ നേഡ് അതാളിയനാണ്. അല്ലെങ്കിൽ പോർഷയ്ക്ക് ഇടിച്ചാവും. നിങ്ങൾക്ക് പോർഷയുടെ ഡൈകാസ്റ്റ് വേണമെന്നുണ്ടെങ്കിലും ആരെ കൊന്നിട്ടാണെങ്കിലും ഇവർ കൊണ്ടുതരുകയും ചെയ്യും. പോർഷയുടെ സാധനങ്ങൾ മാത്രമല്ല, ഇപ്പോൾ എന്താ പറയുക 6-4 ആണ് മെയിനായിട്ടുള്ള എൻ്റെ ഡീലിങ്സ്. 6-4 ഇപ്പോൾ എന്താ പറയുക ഹോട്ട് വീൽസ് ആട്ടെ, മെജററ്റ് ആട്ടെ, ഈവൻ മിനി GTs ആട്ടെ, എന്ത് വേണേലും അളിയൻ സെറ്റ് ചെയ്ത് തരും. ഈ അളിയൻ ആക്ച്വലി എനിക്ക് അതാണ് ഓരോരുത്തരുടെ മൈൻഡ്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഈ എന്താ ലൈക്ക് ഉള്ള താല്പര്യങ്ങൾ. ലൈക്ക് എനിക്ക് ഇങ്ങനെ സ്കെയില് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യാറില്ല. ഞാൻ ഈ 3-2 കളക്ട് ചെയ്യും, 3-6 കളക്ട് ചെയ്യും, 6-4 കളക്ട് ചെയ്യും. വേണ്ടി വന്ന 2-4 1/18 ബൈക്സ് കാര്യങ്ങൾ. അളിയൻ 6-4 മാത്രം മതി. 6-4ൻ്റെ അതും എസ്പെഷ്യലി പോർഷയുടെ ഒരു മിനി മ്യൂസിയമാണ് അവൻ്റെ വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അളിയൻ അത് എന്താ പറയുക, 6-4നോടുള്ള ഓവറായിട്ടുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കൊണ്ടാണ് മറ്റ് സൈസ് സാധനങ്ങളൊന്നും എടുക്കാതെ. അതുകൊണ്ടാണ് ഇത് വലുതാണെന്നും പറഞ്ഞവൻ ഇരിക്കുന്നത്. ആലോചിച്ചു കൂടെ ഓരോരു സൈക്കോ മൈൻഡ് സെറ്റൊക്കെ. അപ്പോൾ ആളിയൻ ദിൽസ ഡൈകാസ്റ്റ് എന്ന് പറഞ്ഞ് ആശാനാണ്, എൻ്റെ ഒരു പ്രോമിനൻറ്റ് ഡീലറാണ്. കോൺടാക്ട് ചെയ്ത് നോക്കിയോ, നിങ്ങൾക്കും വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ കിട്ടും. പക്ഷെ നമുക്കിപ്പോൾ ഈ വണ്ടിയും കൊണ്ട് നമ്മുടെ പർപ്പസിന് പോയി കഴിഞ്ഞാൽ അടി തട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒരു ഓഫ് റോഡർ കൊണ്ട് തന്നെ പോവാം, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതാകുമ്പോൾ ചാടിത്തുള്ളി ഇതിലെ കൂടെ വേണമെങ്കിലും നമുക്ക് ഓടിച്ചുകൊണ്ട് പോയി സാധനങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് നോക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ വാ വണ്ടി മാറാം. സോ ഇതാണ് എൻ്റെ ഗ്ലാഡിയേറ്റർ റൂബിക്കോൺ. ഇത് ഹൈ വെലോസിറ്റി യെല്ലോ എന്ന് പറഞ്ഞൊരു അവരുടെ സ്പെഷ്യൽ കളർ അതിലാണ് ചെയ്തേക്കുന്നത്. ഒപ്പം കുറച്ച് ഓവർലാൻഡ് ആക്സറീസും കാര്യങ്ങളെല്ലാം ആയിട്ട് ഒരു പക്ക ഓവർലാൻഡ് ബിൽഡാണ്. എന്തോ ഈ ലുക്കിൽ ഈ വണ്ടി നൈസാണ്. ഞാൻ ആക്ച്വലി 5-ലും ഇതുപോലെ തന്നെ പറയാനൊരു ഗ്രീൻ കളർ വരുന്നുണ്ട്, മറ്റേ പോർഷയുടെ പോലെ തന്നെ. ആ ഒരു സെയിം കളറിൽ ഇതേ ഗ്രാഫിക്സിൽ ഞാൻ ആ വണ്ടി ചെയ്തായിരുന്നു. വണ്ടി ആ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളും എല്ലാം കൂടെ കയറുമ്പോഴത്തേക്ക് അല്ലാതെ ആക്ച്വലി ഗ്ലാഡിയേറ്റർ ഗെയിമിൽ കാണാൻ അത്ര പോരാ. പക്ഷെ ഈ ഒരു ലുക്കിൽ വണ്ടി സെറ്റാണ്. സോ പോയി തുടങ്ങാം. സോ ഇത്രയാണ് നമ്മുടെ ട്രഷർ കാർസ്. നമുക്ക് ഫസ്റ്റ് നിസാൻ കൊണ്ട് തന്നെ തുടങ്ങാം. ഇത് ടോക്കിയോ സിറ്റിയിലാണ്. അതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ കാണിച്ചു തരാം. സോ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ ഇവിടെ ആയിട്ടാണ് വരുന്നത്. നമുക്ക് അങ്ങോട്ട് ഫാസ്റ്റ് ട്രാവൽ ചെയ്ത് പോയാലോ? Hey, wait, that's the same color, same everything as my uncle's Figaro. Did he? Is this his? Now, I know what color it was because the Figaro came in 4 colors. One for each season.
സോ നെക്സ്റ്റ് നമുക്ക് ഈ ചാർജർ നോക്കാം. മിനാമിനോ റീജിയനിലാണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. മിനാമിനോ റീജിയൻ ഇവിടെ അതെ. ഇതാ ഗോൾഫ് കോഴ്സാണോ? മറ്റേതോ എയർഫീൽഡ് ട്രയലൊക്കെ ഇവിടെ തോന്നുന്നു. ഒരു ആഫ്റ്റർ മാർക്കറ്റ് കാർ അവിടെ ഉണ്ട്. സോ ഈ ഒരു പരിസര പ്രദേശത്തായിട്ടാണ് ഇത് വരുന്നത്. There it is. This car was a big deal in Hollywood, you know. Right now, you couldn't tell, huh? Let's get it clean. That's more like it. This beauty has to be one of the most recognizable and classic American muscle cars. സോ നെക്സ്റ്റ് നമുക്ക് ഈ RX പോയി നോക്കാം. അതെവിടാന്ന് എനിക്ക് ഏതാണ്ടൊരു ഊഹമുണ്ട്. അതെ ഇവിടെയാണ്. പക്ക ഓഫ് റോഡാണല്ലോ. GT3 അതൊക്കെ പെട്ടെ ഇതുപോലും നമുക്ക് മുന്നേ അവിടെ വേറെ ആരും എത്തി. ഇതാരിത്? Who'd leave a car like this all the way out here? With an engine sound like the RX-7, it is a complete crime that it's been silent for so long. Ready to get to work? Good as new, right? Honestly, I'm looking forward to hearing it in action. സോ നെക്സ്റ്റ് നമുക്ക് ഈ പോർഷെ തപ്പിയെടുക്കാം. ഇത് കുറച്ച് ട്രിക്കിയാണ്. ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് ട്രിക്കിയാണ്. അത് ഈ ഒരു പരിസരത്ത് എവിടെയോ ഇവിടാണ്. പക്ഷേ നമുക്ക് ഇവിടെ വന്നിറങ്ങാം. Isn't that a beauty? Even coated in years of dirt. A perfect Porsche 959. Completely iconic. And completely ready for a clean. Would you look at that shine? It really is the least we could do for such a groundbreaking car back at its prime. നെക്സ്റ്റ് M1 അതൊരു ബ്രിഡ്ജിൻ്റെ താഴെയാണ് കിടക്കുന്നത്. ഞാൻ റാൻഡമായിട്ട് എപ്പോഴും കണ്ടുപിടിച്ചത്. ഏത് പരിസരത്തായിരുന്നു? അതെ. അതുകൊണ്ടാണ് Oh wow, the M1. 1981, I think. I wonder how long it's been here. Well, time to roll our sleeves up and give this showstopper a glow up.
Wow, it's like we reversed time. Shame that we haven't. This model has quite the history. നെക്സ്റ്റ് ഇവല്യൂഷൻ. ഇതിൻ്റെ സ്പോട്ട് എനിക്ക് കാണാപ്പാടാണ്, കാരണം നമ്മൾ സ്ഥിരം പോകുന്ന ഒരു ഓഫ് റോഡ് ഏരിയയിലാണ് അത് കിടക്കുന്നത്. എവിടെയായിരുന്നു? അതെ, മറ്റേ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ വഴിയ. അവിടെ നിന്ന് നമ്മൾ അവിടെ നിന്ന് വരുമ്പോ പെട്ടെന്ന് Wow, if this isn't a picturesque scene. I know the Evo was built for tearing through rally routes, but this looks like a postcard. Ready to get stuck in? Restored to its former glory, Mitsubishi really worked wonders here. To be a rally driver in the 90s. സോ നെക്സ്റ്റ് സ്ട്രാറ്റോസ്. പിന്നെ നമ്മൾ മല കയറണം. വേണ്ടേ, ഈ കിടക്കുന്നതാണ്. '74 Stratos. Great find. But my heart. Let's get it clean. You have to try this on the gravel and dirt. Trust me. This Stratos has real miles on the clock. But cars like this don't want to be in storage. സോ നെക്സ്റ്റ് ഫോർഡ് GT. ഇതൊരു കടൽക്കരയിൽ ഒറ്റപ്പെട്ടൊരു സ്ഥലത്താണ് നടക്കുന്നത്. അത് ഇങ്ങനെ അറ്റത്ത് നമ്മൾ അവിടെ നിന്ന് ഇവിടെ വിട്ടാണ്. ഫാസ്റ്റ് ട്രാവൽ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ് ഈ എഡ്ജിൽ, മാപ്പിൻ്റെ ഒരു എഡ്ജിലായിട്ട്. സോ നമുക്ക് ഇവിടെ വരാം. കിടക്കുന്ന 2005 Ford GT. Hopefully the salty sea air hasn't ruined the paintwork. It's in decent condition, but could do with a full valet. Now this is how you do a tribute. Redesigning a Le Mans classic. I could see myself driving this for 24 hours. ഡഗ്ഡമിയറുടെ സെയിം കളർ. സോ നമ്മുടെ ലാസ്റ്റ് വണ്ടി Gen 2 സഫാരി അഥവാ പെട്രോൾ. പോയി നോക്കാം. ഈ അറ്റത്താണേ.
ആരും കാണത്തില്ല. ലാഭമല്ലോ. Whoa. I know these models are built for some serious off-roading, but not like this. Ready to breathe some life back into this old Safari? Scrubs up nice, huh? So clean, it almost looks unnatural on a car built for dirt. സോ അതൊക്കെയാണ് ട്രഷർ കാർസ്. ആക്ച്വലി നൈസ് ഒരു കോൺസെപ്റ്റാണ്. ബൺ ഫൈൻഡ് പോലെ അത്രത്തോളം കഷ്ടപ്പെടണമെന്ന് ചോദിച്ചാൽ അത്രത്തോളം ഇല്ല. കാരണം നമ്മൾ റാൻഡമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ എവിടുന്നേലും എങ്ങനെയൊക്കെ നമുക്ക് ഈ ക്ലൂസൊക്കെ ഇതിൻ്റെ അടുത്തൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ കണ്ടില്ലേ പോലും നമ്മളിത് ഓട്ടോമാറ്റിക്കലി എങ്ങനെയൊക്കെ അറിയും. അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ പകുതി മുക്കാൽ വണ്ടികൾ അറിഞ്ഞത്. സോ എന്താ പറയുക, അല്ലാതെ തപ്പി ഇറങ്ങി കണ്ടുപിടിച്ചത് ചുരുക്കമാണ്. 959, പിന്നെ എനിക്ക് തോന്നുന്ന ജി ടി പ്രത്യേകിച്ച് അത് അത്യാവശ്യം നല്ല ഹിഡൻ ആയിട്ടുള്ള സ്പോട്ടിൽ തന്നെ നടക്കുന്നത്. ആൻഡ് ആ ജി ടി ആക്ച്വലി ടെക്ടമീറോടെ മാത്രമല്ല, നമ്മുടെ ജെർമി ക്ലാസിൻ്റെ സെയിം കളേഴ്സ് ആയിരുന്നു, ബ്ലൂ വിത്ത് വൈറ്റ് സ്ട്രൈപ്സ്. പക്ഷെ ഞാൻ പേഴ്സണലി ഒരു യെല്ലോ വിത്ത് ബ്ലാക്ക് സ്ട്രൈപ്സിൻ്റെ ഫാനാണ്. സോ അതൊക്കെയാണ് ട്രഷർ കാർസ്. കൊള്ളാം, നൈസ് ഒരു കോൺസെപ്റ്റ് തന്നെ. സോ അടുത്തൊരു വീഡിയോയിൽ ഇനിയും വേറൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും വരാം. ബൈ.